ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകത്തെ യുവ പ്രതിഭകളിൽ ഏറ്റവും തിളക്കമാർന്ന താരമാണ് ജെമിമ റോഡ്രിഗസ്. മുംബൈയിലെ ഭാണ്ഡോപ്പിൽ ഒരു കായിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ 2000 സെപ്റ്റംബർ 5 ജനിച്ച ജെമിമയുടെ ജീവിതം പ്രതിഭയും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഒത്തുചേർന്ന ഒരു ജീവിതഗാഥയാണ്. അവളുടെ കായിക ജീവിതത്തിന് അടിത്തറ പാകിയത് പിതാവും ആദ്യ പരിശീലകനുമായ ജവാൻ റോഡ്രിഗസ് ആണ്. ജൂനിയർ ക്രിക്കറ്റ് കോച്ചായിരുന്ന ഇവാൻ റോഡ്രിഗസ് മകൾക്ക് മത്സരിച്ച് കളിക്കാൻ അവസരം ലഭിക്കുന്നതിനായി അവളുടെ സ്കൂളിൽ ഒരു പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം തന്നെ രൂപീകരിച്ചു. അമ്മ ലവീറ്റ റോഡ്രിഗസും സഹോദരങ്ങളായ ഇക്കോനും എലിയുമായിരുന്നു ജെമിമയുടെ കളിപ്പഠനത്തിലെ ആദ്യ കൂട്ടുകാർ. മുംബൈയിലെ സെന്റ് ജോസഫസ് കോൺവെന്റ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജെമിമ പിന്നീട് റിസ്വി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊമേഴ്സിൽ നിന്ന് ബിരുദം നേടി. എങ്കിലും ജെമിമയുടെ കായിക ജീവിതം ആരംഭിക്കുന്നത് ക്രിക്കറ്റിൽ മാത്രമായിരുന്നില്ല. ഹോക്കിയിലും അവൾ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കൗമാരത്തിന്റെ ആദ്യ വർഷങ്ങളിൽ മഹാരാഷ്ട്രയുടെ അണ്ടർ-17, അണ്ടർ-19 ഹോക്കി ടീമുകളിൽ അവൾ അംഗമായിരുന്നു. ക്രിക്കറ്റും ഹോക്കിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ ക്രിക്കറ്റിനെ തന്റെ കായിക ലോകമായി ജെമിമ തിരഞ്ഞെടുത്തു. ഈ തീരുമാനം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് ഒരു അമൂല്യ സമ്പാദ്യമായി മാറി. ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ജെമിമയുടെ വളർച്ച വേഗത്തിലായി. 12-ാം വയസ്സിൽ തന്നെ മഹാരാഷ്ട്രയുടെ അണ്ടർ-19 ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ച അവൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ വനിതാ ടീമിന് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. 2017 നവംബറിൽ സൗരാഷ്ട്രയ്ക്കെതിരായ 50 ഓവർ ക്രിക്കറ്റ് മത്സരത്തിൽ ജെമിമ നേടിയ ഇരട്ട സെഞ്ചുറി ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. 163 പന്തുകളിൽ നിന്ന് 202 റൺസ് നേടിയ ആ ചരിത്രപരമായ ഇന്നിംഗ്സോടെ സ്മൃതി മന്ദാനയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത എന്ന പദവി ജെമിമ സ്വന്തമാക്കി. ഈ ഉജ്ജ്വലമായ പ്രകടനമായിരുന്നു 2018 ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള അവളുടെ പ്രവേശനത്തിന് വഴി തുറന്നത്. അതേ വർഷം ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20യിലും മാർച്ച് 12 ഓസ്ട്രേലിയക്കെതിരെ ഏകദിനത്തിലും ജെമിമ അന്താരാഷ്ട്ര തലത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഒരു കായിക താരത്തിന്റെ കരിയർ എപ്പോഴും വിജയങ്ങൾ കൊണ്ട് മാത്രം അടയാളപ്പെടുത്തുന്നതല്ല. ജെമിമയുടെ കരിയറിലും വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വേദനാജനകമായിരുന്നു 2022 ഏകദിന ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്തായത്. ഈ സമയത്ത് അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതായിരുന്നില്ല. ഓരോ രാത്രിയിലും തലയണയിൽ മുഖമമർത്തി കരഞ്ഞിട്ടുണ്ടെന്ന് ജെമിമ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. പ്രതിഭ തെളിയിച്ചിട്ടും ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ വേദന വളരെ വലുതായിരുന്നു. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ റീലുകളും പാട്ടും പാടുന്നതിനുള്ള ജെമിമയുടെ താല്പര്യം കാരണം സോഷ്യൽ മീഡിയ ക്രിക്കറ്റർ എന്ന് വിളിച്ച് പലരും അവരെ വിമർശിച്ചു. എന്നാൽ ഈ വിമർശനങ്ങളെയും നിരാശകളെയും തന്റെ പ്രകടനത്തിലൂടെ മറികടക്കാൻ ജെമിമയ്ക്ക് സാധിച്ചു. ജെമിമ റോഡ്രിഗസിന്റെ കരിയറിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായം കുറിക്കപ്പെട്ടത് ഓസ്ട്രേലിയയുമായി നടന്ന വനിതാ ഏകദിന ലോകകപ്പ് സെമിഫൈനൽ മത്സരത്തിലാണ്. നവി മുംബൈയിലെ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയം ആവേശം അലതല്ലിയ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. കളിയുടെ തലേ ദിവസം വരെ ലോകകപ്പ് ചരിത്രത്തിൽ തോൽവി അറിയാത്ത ടീമായിരുന്നു ഓസ്ട്രേലിയ. കണക്കിലും കളി മികവിലും ഇന്ത്യയേക്കാൾ ഏറെ മുന്നിലാണ് ഓസ്ട്രേലിയൻ ടീം എന്ന് വിലയിരുത്തപ്പെട്ട ടൂർണമെന്റ് ആയിരുന്നു അത്. സെമി ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയൻ ടീം ഫീബി ലിച്ച്ഫീൽഡിന്റെ 119 റൺസ് ഉൾപ്പെടെയുള്ള തകർപ്പൻ പ്രകടനത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യക്ക് മുന്നിൽ 338 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം വെച്ചു. വനിതാ ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന റൺസേഴ്സ് വിജയമെന്ന അസാധ്യമായ റെക്കോർഡ് കുറിക്കേണ്ട ഭീമമായ ലക്ഷ്യമായിരുന്നു അത്. ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ ടീമിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. ഓപ്പണർ ഷഫാലി വർമ്മയെ വേഗത്തിൽ നഷ്ടമായി. 2-ാം വിക്കറ്റിൽ സ്മൃതി മന്ദാനയും ജെമിമയും ചേർന്ന് ഇന്നിംഗ്സിനെ 50 കടത്തിയെങ്കിലും സ്മൃതി മന്ദാനയും പുറത്തായതോടെ ഇന്ത്യ 69 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ പരുങ്ങലിലായി. ഇതോടെ ഇന്ത്യയുടെ വിജയ സാധ്യതകൾ മങ്ങി തുടങ്ങി. ഈ നിർണായക ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി 3-ാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങാൻ 5 മിനിറ്റ് മുമ്പ് മാത്രം നിർദ്ദേശം ലഭിച്ച ജെമിമ റോഡ്രിഗസ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനൊപ്പം ക്രീസിലെത്തിയത്. അപ്രതീക്ഷിതമായ ഈ സ്ഥാനക്കയറ്റം അവരെ ഒട്ടും തളർത്തിയില്ല. പകരം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൗളിംഗ് നിരകളിൽ ഒന്നിനെതിരെ ജെമിമ റോഡ്രിഗസ് അവിശ്വസനീയമായ ഒരു പോരാട്ടമാണ് കാഴ്ചവെച്ചത്. സ്ഥിരതയോടും എന്നാൽ ആക്രമണോത്സുകതയോടും ബാറ്റ് ചെയ്ത ജെമിമ ഓസ്ട്രേലിയൻ ബൗളർക്ക് ഒരു അവസരവും നൽകാതെ റൺസ് കടത്തി. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ അർദ്ധ സെഞ്ചുറിയോടെ ജെമിമയ്ക്ക് മികച്ച പിന്തുണ നൽകി.
പിരിയാത്ത മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 150-ൽ അധികം റൺസിൽ കൂട്ടുകെട്ട് നേടി ഇന്ത്യൻ സ്കോറിംഗ് വേഗത നിലനിർത്തി. ഈ പ്രകടനത്തിനിടയിൽ ജെമീമ റോഡ്രിഗസ് ഏകദിന ലോകകപ്പിലെ തന്റെ ആദ്യ സെഞ്ചുറി പൂർത്തിയാക്കി. 115 പന്തുകളിൽ നിന്നാണ് അവർ 3 അക്കത്തിലേക്ക് എത്തിയത്. ഇത് അവരുടെ ഏകദിന കരിയറിലെ 3ാമത്തെ സെഞ്ചുറിയായിരുന്നു. സെഞ്ചുറി നേടിയ ശേഷവും ജെമീമ തന്റെ ആക്രമണം തുടർന്നു. ഒടുവിൽ 48.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 341 റൺസ് നേടി ഇന്ത്യ ചരിത്ര വിജയം കുറിച്ചു. 134 പന്തുകളിൽ നിന്ന് 127 റൺസുമായി ജെമീമ റോഡ്രിഗസ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഈ ഇന്നിംഗ്സിൽ 14 ബൗണ്ടറികൾ ഉൾപ്പെടുന്നു. അതോടെ വനിതാ ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ് വിജയം എന്ന ചരിത്ര റെക്കോർഡ് ഇന്ത്യയുടെ പേരിലായി. മത്സരശേഷം വികാരധീനയായ ജെമീമ റോഡ്രിഗസ് പറഞ്ഞ വാക്കുകൾ അവരുടെ കായിക പ്രതിബദ്ധതയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. എന്റെ സെഞ്ചുറിയൊന്നും കാര്യമില്ല, ഇന്ത്യയുടെ വിജയം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഈ സെമി ഫൈനൽ വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ജെമീമ റോഡ്രിഗസ് എന്ന ബാറ്ററുടെ പ്രാധാന്യം അടിവരയിടുന്നു. സമ്മർദ്ദ ഘട്ടങ്ങളിൽ തകരാതെ ഉത്തരവാദിത്തോടെ ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള ജെമീമയുടെ കഴിവ് അസാമാന്യമാണ്. ഈ പ്രകടനം ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച ലോകകപ്പ് ഇന്നിംഗ്സുകളിൽ ഒന്നായി വാഴ്ത്തപ്പെട്ടു. ചെറുപ്രായത്തിൽ തന്നെ ഹോക്കിയിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞ ഇന്ത്യൻ ടീമിന്റെ നിർണായക ശക്തിയായി മാറിയ ജെമീമ ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് പ്രചോദനമായി വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് തന്റെ യാത്ര തുടരുകയാണ്.